ഒരു സർപ്രൈസ് ഉണ്ട് തരട്ടെ. UK പറ്റിയിട്ടുള്ള എന്താണ് ഒരു എക്സ്പെക്ടേഷൻ എന്താ? പാടപ്പെടും. പിന്നെ അവിടുന്ന് നേരെ കോഴിക്കോടേക്ക് വന്ന് അങ്ങനെ സ്റ്റെർലിംഗ് അന്ന ചേച്ചി ഉണ്ടായിരുന്നു. ആരാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാ? ഫ്രഷ് അല്ലേ? എല്ലാം ചെയ്യാൻ പറ്റിയത് സ്റ്റെർലിംഗ് ചെയ്തു തന്നെയാണ്. ഫുഡാണോ മിസ് ചെയ്യല്? ഒന്നും ചെയ്യാൻ പറ്റൂല. യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് പ്രയോറിറ്റി. വെറുതെ പറയല്ലത്. ഇത് വലിയൊരു ഒബ്വിയസ്ലി യൂണിവേഴ്സിറ്റിയിലാണ് ഫസ്റ്റ് എത്തുക. ബിഫാം നല്ല കോഴ്സ് തന്നെയാണ്, പക്ഷെ നാട്ടിൽ അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, സാലറിയും കാര്യങ്ങളൊക്കെ കുറവാണ്. അങ്ങനെ അവിടെ ഉള്ളതുകൊണ്ട് ആൻസർ പറയുന്നില്ല. എൻ്റെ പേര് വിശാൽ. അപ്പോൾ UK പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് സറയിലാണ് MSc ഫാർമസ്യൂട്ടിക്കൽ സയൻസ് വിത്ത് ഇൻഡസ്ട്രിയൽ പ്രാക്ടീസ് ആണ് കോഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഫുൾ ടൈം സ്റ്റഡി, സെക്കൻഡ് ഇയർ പ്ലേസ്മെന്റ് അങ്ങനെയാണ് കോഴ്സ്. അപ്പോൾ അക്കോമഡേഷനൊക്കെ അവിടെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനിൽ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ IELTS ഡ്യുവലിംഗോ ആണ് അവിടെ മാൻഡേറ്ററി ആയിരുന്നില്ല, ഡ്യുവലിംഗോ ചെയ്താൽ മതി പറഞ്ഞു. ഡ്യുവലിംഗോ. അപ്പൊ ഇങ്ങനെ ലൈക്ക് ഈ ഫീസും കാര്യങ്ങളൊക്കെ ഏതിന്റെ ഇപ്പം ഈ കോഴ്സിന്റെ, അതായത് ഇപ്പം എങ്ങനെയൊക്കെയാണ് അത് മാനേജ് ചെയ്തത്? ലൈക്ക് ലോൺ ആണോ? ലൈക്ക് നമ്മള് ലോണാണ് ചെയ്തത്, സ്റ്റുഡന്റ് ലോൺ. അപ്പം അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആ ഒരു പോർഷൻ? ഇല്ല, അത് നമ്മള് ഇവിടെ നമ്മള് സ്റ്റെർലിംഗ് മാനേജ് ചെയ്ത് തന്ന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ എന്തായിരുന്നു കോഴ്സ് പറഞ്ഞ? ഫാർമസ്യൂട്ടിക്കൽ, MSc ഫാർമസ്യൂട്ടിക്കൽ സയൻസ്. ഓക്കെ. അങ്ങനെ ആ കോഴ്സ് ലൈക്ക് ഇത് ഞാനിപ്പോ ബിഫാം കഴിഞ്ഞ് എനിക്ക് ക്ലിനിക്കൽ ഒരു ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ കോഴ്സ് ആയതുകൊണ്ട് എനിക്ക് അതിലേക്കാണ് താല്പര്യം ഉണ്ടായത്. അപ്പൊ UK നല്ല ഓപ്പർച്യൂണിറ്റി, അതെ, നല്ല കോഴ്സ് ഉള്ളത് UK അപ്പൊ ഇതിപ്പം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കൊടുത്താണോ അല്ലെങ്കിൽ സ്റ്റെർലിംഗ്? യൂണിവേഴ്സിറ്റി എനിക്ക് കുറെ നല്ല യൂണിവേഴ്സിറ്റീസ് സ്റ്റെർലിംഗ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. പറഞ്ഞപ്പം സെറ്റ് ചെയ്തു. മിഷാലിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ? എന്താ എക്സൈറ്റഡാ? എക്സൈറ്റഡ് ആണ്, അതുപോലെ നെർവസ് ആണ്. നെർവസ് ആയത് എന്തുകൊണ്ടാ? എയറിന്റെ ആയോണ്ടാണോ? ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്, ഫസ്റ്റ് ട്രിപ്പാണ് ഫ്ലൈറ്റ് ട്രിപ്പ്. ഓക്കെ. അപ്പൊ അവിടെ എത്തിയിട്ട് യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ ഫസ്റ്റ് ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാനാണോ? എന്താ മൂഡ്? ഇല്ല, ഫസ്റ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് പ്രയോറിറ്റി. വെറുതെ പറയല്ലത്. അപ്പൊ ലണ്ടൻ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? കോഴ്സ് വിട്, അല്ലാതെ ലണ്ടൻ ആ ഒരു പ്ലേസിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞ ഫസ്റ്റ് ആ ലണ്ടൻ മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് പഠിക്കാനുള്ള ഇതിലോട്ട് പോവാന്നുള്ള മൂഡിലാണ്. ഓക്കെ. അപ്പൊ ഇപ്പം ഒരു എബ്രോഡ് പോയി പഠിക്കാൻ അറിയുന്നത് ഇപ്പം ഭയങ്കര വലിയൊരു കാര്യമാണ്. ലൈക്ക് കുറേ പ്രോസസ് ഒക്കെ ഉണ്ട്. അപ്പം എന്താ ഇപ്പൊ മനസ്സിലുള്ള ഒരു ഫീലിംഗ്? എന്താ ഫീലിംഗ് പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, പോവാറായി എന്നുള്ളത്. അങ്ങനെ അപ്പം ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നോ? ലൈക്ക് ഇല്ല, ഞാനിപ്പോ കോളേജ് കഴിഞ്ഞിട്ടാണ് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ മുന്നേ അതിന്റെ ഒരു സൂചനകളൊന്നും ഉണ്ടായില്ല. അപ്പൊ പേരൻസിന്റെ ഒക്കെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടായി? റിയാക്ഷൻ എന്ന് പറയുമ്പോ ഇപ്പോ എന്റെ സ്റ്റഡി ബിഫാം കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടില് വലിയൊരു ഒരു ഫ്യൂച്ചർ കരിയർ കുറവാണ്, നിങ്ങൾ പുറത്തേക്ക് നോക്കാന്ന് പറഞ്ഞപ്പോ അവർക്കും ഒരു നല്ലൊരു ഇതായിട്ടാണ്. അപ്പൊ പിന്നെ പെട്ടെന്ന് അതിന്റെ സ്റ്റെപ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ത്രൂ ഔട്ട് ജേർണി? ലൈക്ക് എങ്ങനെ ഇതിലേക്ക് എൻറോൾ ആയതും കാര്യങ്ങളൊക്കെ? ഞാൻ ഫസ്റ്റ് വേറൊരു സ്റ്റഡി എക്സ്പോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ഏജൻസിൻ്റെതായിരുന്നു, പെരുന്തമണ്ണ വെച്ചിട്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഭയങ്കര എന്തോ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതെന്തോ വലിയൊരു സംഭവമാണ്, അതായത് ഇമ്പോസിബിൾ ആണ് എന്നുള്ള രീതിക്ക് അങ്ങനത്തെ. പിന്നെ അവിടുന്ന് നേരെ കോഴിക്കോടേക്ക് വന്ന് അങ്ങനെ സ്റ്റെർലിംഗ് അന്ന ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചീനെ കണ്ട് സംസാരിച്ചപ്പോ ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള കാമായി നടക്കും എന്നുള്ള ഒരു സംഭവം വന്നു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് ഒക്കെ റെഡിയായി തന്നു. വിസ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായി? വിസ പ്രൊസീജിയേഴ്സ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു, എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നില്ല. 10 ഡേയ്സിനുള്ളിൽ വിസക്ക് അപ്ലൈ ചെയ്തോ, വിസക്ക് കിട്ടി, ഹാപ്പി ആയി. വിസ പെട്ടെന്ന് കൈ കിട്ടാറുന്ന വലിയൊരു കാര്യമാണ്. എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിക്കും, ഈ വിസ റിജക്റ്റ് ആവോ എന്നുള്ള. അപ്പൊ ലണ്ടൻ അല്ലാതെ വേറെ ഏതെങ്കിലും കൺട്രി മൈൻഡിൽ ഉണ്ടായിരുന്നോ? ഞാൻ UK അല്ലെങ്കിൽ അയർലൻഡ് ആയിരുന്നു. ഫാർമസിക്ക് അയർലൻഡ് ആണ് കൂടുതൽ.
ഓക്കെ പിന്നെ ഞാൻ UK തിരഞ്ഞെടുത്ത്. അവിടെ ഇത്ര നല്ല കോഴ്സ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഓക്കെ ഓക്കെ UK തന്നെയാണ് ഫുൾ ഒരു സ്റ്റഡി ചെയ്തിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, നല്ല കാര്യം. ആരാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാ? ഫ്രഷ് അല്ലേ അല്ലേ? എല്ലാവരും ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ അവരൊക്കെ ഇപ്പോ പുറത്ത്, ഫ്രണ്ട്സ് അധികം പുറത്ത് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള ഇങ്ങനെ ഡെയിലി നിങ്ങൾ എല്ലാരും പുറത്തിറങ്ങോ? എങ്ങനെയാണ്? അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ കോഴിക്കോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ ഇടയ്ക്ക് കോഴിക്കോട് ഇടയ്ക്ക് വരാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ അപ്പം ഈ വീടിനെയും ഫാമിലിയും ഒക്കെ മിസ് ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ വെക്കുന്നുണ്ടോ? ലൈക്ക് മിസ് ചെയ്യാൻ കെട്ടിപ്പിടിക്കാന്നൊക്കെ, മറ്റേ വല്ല പാവക്കുട്ടിയോ ടോയോ ഫാമിലി ഫോട്ടോ ഉണ്ടോ? കയ്യിൽ വെക്കാൻ വേണമെങ്കിൽ വെക്കാനാണോ? എനിക്കിപ്പോ ആ ബ്രെഡിന്റെ സാധനം ഭയങ്കര ഇഷ്ടമായി. അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന എല്ലാം നല്ലതാണ്, എല്ലാം ഇഷ്ടമാണ്. അപ്പൊ അത് മിസ് ചെയ്യും. ഫുഡ് നല്ല മിസ് ചെയ്യല, ഒന്നും ചെയ്യാൻ പറ്റൂല. എന്താണ് അവിടെ പോയി മാഗി ലൈഫ് ആവോ? ഇല്ല, കുക്ക് ചെയ്യാനറിയോ? എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കഴിക്കാൻ? എന്താ ഇഷ്ടം കഴിക്കാൻ? നാട്ടിലെ നമ്മുടെ ചോറ്, നല്ല കറി, അതൊക്കെയാണ് കഴിക്കാൻ. പാടുപെട്ടും കുക്ക് ചെയ്യാൻ കുറച്ച്. ഓക്കെ, അതൊക്കെ ഇനി ഉമ്മാന്റെ അടുത്ത് തന്നെ കുക്ക് ചെയ്ത് പഠിക്കുക, അതൊക്കെയാണ് ഇപ്പം പ്ലാൻസ്. ഓക്കെ. എബ്രോഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഇങ്ങനെ ത്രൂ ഔട്ടുള്ളൊരു കുറേ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാൻ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണല്ലോ. അപ്പം ഈ ഒരു പ്രോസസ്സിൽ ത്രൂ ഔട്ട് സ്റ്റെർലിങ്ങിന്റെ അടുത്തുള്ള സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റെർലിങ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത് ഇത്ര സിമ്പിളായിട്ടും എനിക്ക് ഇത്രയും ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ എനിക്ക് പെട്ടെന്ന് അഡ്മിഷനും പിന്നെ എല്ലാം ചെയ്യാൻ പറ്റിയത് സ്റ്റെർലിങ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം ഈ ഒരു ഇത്രയും പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ലൈക്ക് ആപ്ലിക്കേഷൻ സ്റ്റേജോ വിസയോ അല്ലെങ്കിൽ IELTS അല്ല ഡ്യുവലിംഗ് ആണോ ഇതെന്ന് പറഞ്ഞു? ഏതിലെങ്കിലും കുറച്ച് ഡിഫിക്കൽട്ട് പ്രോസസ്സ്? അതെ, ഡ്യുവലിംഗ് ഒക്കെ ഞാൻ ഓൺലൈനായിട്ട് പഠിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പം വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? അപ്പൊ പ്ലസ്, അതായത് 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതാണ് നമ്മളെ ടേണിംഗ് പോയിന്റ്, +2 എത്തിക്കഴിഞ്ഞാൽ പറയും ഇതാണ് ടേണിംഗ് പോയിന്റ്. അപ്പം ഇത് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അതെ, ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൊ അതില് സ്റ്റെർലിങ്ങിന്റെ സഹായം നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ വക കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ്. ഞെട്ടൻ റെഡിയാണോ? ഓക്കെ. എക്സ്പ്ലോറിംഗ് ലണ്ടൻ ഫസ്റ്റ് ഓർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ്? ഒബ്വിയസ്ലി യൂണിവേഴ്സിറ്റിയിലാണ് ഫസ്റ്റ് ഉമ്മ അവിടെ ഉള്ളതുകൊണ്ട് മാത്രം യൂണിവേഴ്സിറ്റി ഫസ്റ്റ്. അപ്പുറത്ത് പറഞ്ഞ എന്നോട് പറഞ്ഞാൽ ലണ്ടൻ ഫസ്റ്റ് കാണണമെന്ന് പറഞ്ഞല്ലേ. ഫസ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നത്? ലണ്ടൻ കാണുന്നുണ്ട്. അപ്പം ഫസ്റ്റ് അവിടെ UK എത്തിക്കഴിഞ്ഞാല് എവിടെ ലണ്ടനിൽ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടോ പോവാന്? കുറച്ച് സ്ഥലങ്ങളൊക്കെ. അപ്പം യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കോളേജിൽ കയറുന്നതിന് മുമ്പ് ഈ സ്ഥലങ്ങളൊക്കെ കയറിയിട്ട് കോളേജിൽ പോവാന്നാണോ പ്ലാന്? അങ്ങനെ പ്ലാൻ ഇല്ല, കാരണം നേരെ യൂണിവേഴ്സിറ്റി പോകുന്ന സെറ്റായിട്ട് ഇറങ്ങാന്നാണ് പ്ലാൻ. ഓക്കെ. മേക്കിംഗ് ഇന്റർനാഷണൽ ഫ്രണ്ട്സ് ഓർ ഇന്ത്യൻ ഫ്രണ്ട്സ്? ബോത്ത്. ഓക്കെ. എന്നാലും കുറച്ചും കൂടെ ഒരു ഇത് ഇന്ത്യൻ ഫ്രണ്ട്സ് പിന്നെ കിട്ടുമല്ലോ, ഇന്റർനാഷണൽ കണക്ഷൻസ് കൂടുതൽ. ഉമ്മ അവിടെ ഉള്ളതുകൊണ്ട് മേക്കിംഗ് ഇന്ത്യൻ ഗേൾ ഫ്രണ്ട് ഓർ ഇന്റർനാഷണൽ ഗേൾ ഫ്രണ്ട്? അങ്ങനെ ഉമ്മ അവിടെ ഉള്ളതുകൊണ്ട് ഈ ആൻസർ പറയുന്നില്ല. ഉമ്മ അവിടെ നിന്ന് എന്നെ പഠിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. UK പറ്റിയിട്ടുള്ള എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? എന്താ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. ഞാൻ അതുകൊണ്ടൊന്നും കാര്യമായിട്ട് അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പോയി പഠിപ്പ്, അങ്ങനെ സ്റ്റഡീസ് തീർക്കുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്ര എക്സ്പ്ലോർ ചെയ്യാം. വേറെ കൺട്രീസിൽ പോകണം, കാരണം നമ്മളിപ്പോ വേറെ ഇതൊരു റീജിയനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൺട്രീസ് ആയിട്ട് പോകാം. അതിപ്പോ UK പോവാണെങ്കിൽ സ്കോട്ട്ലൻഡിൽ പോകാൻ, വെയിൽസ്, അതൊക്കെ പോകണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഓക്കെ, എന്തായാലും നടക്കട്ടെ. അപ്പൊ കോഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാമോ? എൻ്റെ കോഴ്സ് എന്ന് പറയുമ്പോൾ MSc ഫാർമസ്യൂട്ടിക്കൽ സയൻസ് വിത്ത് ഇൻഡസ്ട്രിയൽ പ്രാക്ടീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഫുൾ ടൈം സ്റ്റഡിയും പിന്നെ സെക്കൻഡ് ഇയർ ഒരു ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ല, ഒരു അസിസ്റ്റ് ചെയ്യും ഇന്റേൺഷിപ്പിന്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇന്റേൺഷിപ്പിൽ നല്ല പെർഫോം ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഇൻഡസ്ട്രീസിൽ നമുക്ക് കയറാൻ പറ്റും. ഓക്കെ. എന്ത് ബേസ് ചെയ്തിട്ടാണ്, ലൈക്ക് എങ്ങനത്തെ ജോബ്സ് ആയിരിക്കും കിട്ടുക? ജോബ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ക്വാളിറ്റി കൺട്രോൾ,
മാനുഫാക്ചറിങ്, ഡ്രഗ്സിൻ്റെ മാനുഫാക്ചറിങ്, ക്വാളിറ്റി കൺട്രോൾ, അങ്ങനത്തെ ട്രയൽസ്, ക്ലിനിക്കൽ ട്രയൽസ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ കോഴ്സ് എടുക്കാനുള്ള റീസൺ എന്താ? ലൈക്ക് ഒരു എനിക്ക് ക്ലിനിക്കൽ അതല്ലാതെ എന്തെങ്കിലും ഇൻഡസ്ട്രി ഇതിലേക്ക് പോകുന്നതാണ് എനിക്ക് താല്പര്യം. ഓക്കെ. അപ്പോൾ പണ്ട് ഡിഗ്രി എടുത്ത സമയത്ത് ഈ പുറത്തേക്ക് ജോലി ചെയ്യാന്നുള്ളൊരു ഇത് വെച്ചിട്ടായിരുന്നു കോഴ്സ് എടുത്തത്? അതെ, ഞാൻ ബിഫാം എടുക്കുമ്പോൾ തന്നെ എനിക്ക് പുറത്തേക്ക് പോകണം, ഓക്കെ ഓക്കെ, നല്ല ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അവിടേക്ക് ജോബ് വേണം എന്നുള്ള ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പ്ലസ് ടു എടുത്തത് ബയോസയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കെമിസ്ട്രിയും ബയോളജിയും ആണ് കൂടുതൽ പഠിക്കാനും ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ബിഫാം ആയിരുന്നു എനിക്ക് നല്ല സ്കോപ്പുള്ള ഫാർമസി ബേസിൽ. അപ്പോൾ ബിഫാം നല്ലൊരു കോഴ്സായിട്ട് തോന്നി. അങ്ങനെ ബിഫാം ഇപ്പോൾ നെഹ്റു കോളേജ് ഓഫ് ഫാർമസിയിലാണ് പഠിച്ചത്, തൃശ്ശൂർ തന്നെയാണ്. പിന്നെ കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞതും എനിക്ക് ഇവിടെ നാട്ടിൽ ബിഫാം നല്ല കോഴ്സ് തന്നെയാണ്, പക്ഷെ നാട്ടിൽ അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, സാലറിയും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ എനിക്കെന്തായാലും ഒന്നുകൂടി ഒരു ഇൻഡസ്ട്രി ബേസ്ഡിൽ കയറാനും അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ ഒരു 2-3 കൺട്രീസ് ഞാൻ നോക്കി വെച്ചിരുന്നു. അതിൽ പിന്നെയും നല്ലൊരു കോഴ്സും പിന്നെ നല്ലൊരു എന്താ പറയുക സ്റ്റഡീസ് കുറച്ചും കൂടി കൂടുതൽ കണ്ടതും UK അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങനെ സ്റ്റേർലിങ്ങിൻ്റെ ഒരു സജഷൻ കിട്ടിയത്. അപ്പോൾ അങ്ങനെ പോയി നോക്കിയപ്പോൾ എനിക്ക് ഒരു കുറച്ചുകൂടി നല്ല സിമ്പിളായിട്ട് തോന്നി. അതായത് ഈ അബ്രോഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അത് സ്റ്റേർലിംഗ് കാരണമാണ് ഇത്ര സിമ്പിളായിട്ട് തോന്നിയത്. അപ്പോൾ അവരങ്ങനെ എല്ലാത്തിലും അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത കോഴ്സ് എന്ന് പറയുമ്പോൾ MSc ഫാർമസ്യൂട്ടിക്കൽ സയൻസ് വിത്ത് ഇൻഡസ്ട്രി പ്രാക്ടീസ് ആണ്. അതിൻ്റെ കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ മാനുഫാക്ചറിങ്, ഡ്രഗ്സിൻ്റെ മാനുഫാക്ചറിങ്, പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ, പിന്നെ ക്ലിനിക്കൽ ട്രയൽസ്, ക്വാളിറ്റി കൺട്രോൾ അങ്ങനെയുള്ള മേഖലയിലേക്കാണ് ഇത് പോവുക. അപ്പോൾ അതിലൊക്കെ ആണ് എനിക്ക് ആഗ്രഹം കയറാൻ. ഒരു സർപ്രൈസ് ഉണ്ട്, തരട്ടെ? UK എല്ലാവർക്കും കൊടുക്കണം, ഞാൻ തന്നാണെന്ന് പ്രത്യേകിച്ച് പറയണം. ഷുഗർ ഡയറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എല്ലാം സെറ്റ് ആവട്ടെ. അപ്പം എൻ്റെയും സ്റ്റെർലിങ്ങിൻ്റെ വക വിഷിങ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ ബൈ. താങ്ക് യു.